ഇവരില്ല ലോറിനെ കണ്ടാൽ പറയും അടുത്ത നാളാണ് ഇതെന്താ സീരിയലാ ഇവർക്ക് അന്നേരം തന്നെ തപ്പറണ്ടേ. ഇപ്പോൾ കർണാടകക്കാരാ കേരളക്കാർ പോലെ ഒന്നുമില്ല, വലിയ മനുഷ്യ സ്നേഹമൊന്നും ഉണ്ടാവില്ല. സർവൃതാവായ ജനങ്ങളെ, ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ തമിഴ് ലൈറ്റിൽ കാണാൻ തന്നെ ഗോപ്ര പോയത് എങ്ങനെയാണെന്ന് പറയാൻ വന്നിരുന്നത്. അപ്പോൾ അത് പറഞ്ഞാൽ ഈ ഗോപ്ര പോയത് 8-ാം തീയതി ഒരു പൊട്ടന് ബാംഗ്ലൂരേക്ക് പോകുന്നുണ്ടായിരുന്നു, ഋതുപ്രകാശ്. അപ്പോൾ ഓനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഗോപ്ര എടുത്തിട്ട് പോയതാണ്, വ്ളോഗ് എടുത്ത് പോയതാണ്. ഏറ്റവും വലിയ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ അടിപൊളി വ്ളോഗ് ഉണ്ടെങ്കിൽ അത് പോയി. ഞാൻ എന്താ പറയുക, നമ്മളെ അറിയുന്ന ഒരാൾ വണ്ടി എടുത്തിരിക്കുന്നു അങ്ങനെ കൊണ്ടാക്കേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാം വ്ളോഗ് എടുത്ത് അടിപൊളി വ്ളോഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി മയത്ത് കുറേ കോമഡി നടന്നിരിക്കുന്നു, അതിൻ്റെ ഒരു വ്ളോഗായത്. അപ്പോൾ ഇന്ന് ഈച്ചയും കാറ്റാൻ പറഞ്ഞു അപ്പോൾ നമ്മളെന്താക്കി ലാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്ന് പിന്നെ എൻ്റെ അടുത്ത് ഗോപ്ര ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ രാത്രിയിൽ പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് വന്ന് രാത്രി പിന്നെ വണ്ടി എടുത്ത് പോയി എന്നിട്ട് ഇവനെ കൊണ്ടാക്കി അടിപൊളി വ്ളോഗ് എടുത്ത് മൂപ്പർ എന്താ പറയണ്ട എല്ലാം യാത്ര അയച്ചു വന്നു. അപ്പോൾ യാത്ര അയച്ചു വന്ന് ഞാനും ഫായിസും വ്ളോഗിലെടുത്ത് ഫോൺ അവിടെ വെച്ച് ക്യാമറ അവിടെ വെച്ച് വണ്ടി ഗിയർ ബോക്സിൻ്റെ അടുത്ത് ക്യാമറ വെച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ പറയണ്ടേ, നമ്മൾ മക്കാനിക്ക് ബുക്ക മക്കാനിക്ക് അത് 11 മണിക്കാണ് സംഭവം. ഞാൻ അത്ര നേരമായി വളവളവളാന്ന് പറയുന്നത്. ഇത് സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് ആയിട്ട് ക്യാമറ കട്ടായി, ഇത് ഫോണല്ല ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും, ഗോപ്രൻ്റെ അത്ര ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയണ്ടേ, നമ്മൾ എന്തായാലും ഇത്രയും പെട്ടെന്ന് ഗോപ്ര എടുക്കും. അപ്പം എന്നിട്ട് ഇവിടെ പറഞ്ഞു കിട്ടിയോ അതിൽ കുറച്ചാ കിട്ടിയുള്ളൂ. ഞാൻ ഫൈസും മക്കാനിക്ക് ബുക്ക മക്കാനി വടകര സ്റ്റേഷനിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ക്യാമറ ഞാൻ ഇവിടെ ഗിയർ ബോക്സ് എടുത്താണ് വെച്ചത്. അപ്പോൾ അവിടെ നിന്ന് കാണുന്നില്ല. അത് നമ്മൾ ഷവർമ കഴിച്ച് വന്ന് വണ്ടി കയറി ഞാൻ ഫൈസിൻ്റെ വീട്ടിലാക്കി. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പെട്ടെന്ന് ബാത്റൂം കൊണ്ട് സാങ്കേതിക കാരണത്താൽ ഓടിപ്പോയി പുറക്കി കയറി. പിന്നെ പിറ്റേന്ന് ഇത് ക്യാമറ നോക്കുമ്പോൾ ഏടിയില്ല. എല്ലാം വെച്ച് കാറിൽ ഉണ്ടാവില്ല, ഉള്ളിലേക്ക് കൊണ്ട് വെച്ച് കാറാൻ കൊണ്ടെടുത്ത് പിന്നെ വീട്ടിലൊന്നും നോക്കും കാണുന്നില്ല. കാറിലും തപ്പി കാറിലും കാണുന്നില്ല. മുപ്പത് തപ്പാൻ പറഞ്ഞ് തപ്പി കാറിലൊന്നും കാണുന്നില്ല. പേടിയില്ല പിന്നത്. അതിന് ഞാൻ ലോക്കാക്കില്ല കേട്ടോ വണ്ടി. ഇത് 2015 സ്വിഫ്റ്റാണ്, ഓട്ടോ ലോക്കില്ല അതിന്. പക്ഷേ വൈഡാങ്ങൾ ഇട്ടിട്ട് വൈഡാങ്ങളായിക്കില്ലേ, എന്തെല്ലോ കളിയാണ് കളിക്കുന്നത് ഇപ്പോൾ വൈഡാങ്ങളായ. അപ്പോൾ ഞാൻ ലോക്കാക്കിക്കൊന്നൊരു സംശയമുണ്ട്. വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് എടുത്തുകൊണ്ടോ ആരെങ്കിലും ചാൻസിൻ്റെ തുറന്നാൽ കിട്ടുമോ സാധനം തന്നെയാണ് വെച്ചത്. അപ്പോൾ പിറ്റേന്ന് നേരത്തെ കണ്ടിക്ക് എന്താ പറയണ്ട, ജനലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ എന്തോ ചാക്കെടുത്തിട്ട് പോകുന്നത്. അപ്പോൾ മൂപ്പറായിക്കാണെങ്കിൽ എടുത്തുകൊണ്ടാണെങ്കിൽ നല്ല ബുദ്ധി വെച്ചെടുക്കില്ല വർഷം തിരിച്ചു കിട്ടാൻ. ചിക്കു ബ്രോ മൂപ്പർ എന്ന ഗിഫ്റ്റ് ആയിട്ടാ ഇത് പറയണ്ട. അത് പോയി അറിയില്ല എന്താ പറയുക. എന്തായാലും ഇൻഷാല്ലാ ചിക്കു ബ്രോ ഒന്നും പഠിക്കണ്ട, നമ്മൾ എല്ലാം സെറ്റാക്കും. മൂപ്പർ തന്നെ കേട്ടാ വ്ളോഗ് വന്നിട്ട് തന്ന ക്യാമറ എന്താ പറയണ്ട അടിപൊളി സാധനങ്ങൾ കേട്ടോ. ഒരുപാട് വ്ളോഗ് എടുത്ത് ട്രിപ്പിൻ്റെ വ്ളോഗ്, നമ്മളെ മറക്കാൻ പറ്റാത്ത സ്കൂൾ ട്രിപ്പിൻ്റെ വ്ളോഗ് എല്ലാം എടുത്ത് അത് ഇനി ഇൻഷാല്ലാ കിട്ടുന്നതായിരിക്കുന്നു. എല്ലാവരും ദ്വാരക്കാം, പ്രാർത്ഥിക്കാം. ഇതേനും നമ്മളെ ഓപ്പറേറ്റ് അതാ. അപ്പോൾ എടുത്ത് മഴ ഉണ്ടാ നമ്മളെ അർജുൻ ബ്രോ കർണാടകയിൽ പെട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ മൂപ്പർ എത്രയും പെട്ടെന്ന് ജീവനോട് തിരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവരില്ല ലോറിനെ കണ്ടാൽ പറയും അടുത്ത നാളാണ് ഇതെന്താ സീരിയലാ. ഇവർക്ക് അന്നേരം തന്നെ തപ്പറണ്ടേ. ഇപ്പോൾ അടുത്ത നാളാന്ന് പറയും. എന്തെല്ലോ കളിയാ. കർണാടകക്കാരാ കേരളക്കാർ പോലെ ഒന്നുമില്ല, വലിയ മനുഷ്യ സ്നേഹമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുക കൊതുക്. ഉറങ്ങുമ്പോൾ കൊതു കടിച്ചാൽ കുഴപ്പമില്ല, ഇത് ഒച്ചപ്പാടുണ്ടാക്കി ഇരുട്ടെല്ലാം പോകും. കാരണം എന്തെല്ലോ ഉറക്കെല്ലാം ഞെട്ടിപ്പോ അപ്പാട്. അപ്പോൾ ഫാൻ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, ഫാനും ഓഫായി കറണ്ടായിട്ടും പോയാൽ നോക്കണ്ട, പിന്നെ ഉറങ്ങാനേ പറ്റില്ല. ക്യാമറ ഓഫാക്കില്ല. ഉഷാറായിരിക്കുന്നതായിരിക്കുന്നത് കൈ. അപ്പോൾ എല്ലാവരും എന്താ പറയണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ ഒരു വീഡിയോ അല്ലേ ഇത്. എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ കൈവിനാട്ടോ നമ്മളെല്ലാവരും എന്താ പറയണ്ട കരിയറാക്കി എടുക്കുക. അന്നേരം തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷവും നമ്മൾ വല്ലാണ്ട് പ്രൗഡായി നമ്മൾ എല്ലാവരും നാളെ അറിയുകയും ചെയ്യും. നമ്മൾ കൈവിനെ വെറുതെ നമ്മൾ പൂട്ടി വെച്ചിട്ട് വേറെ കാര്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതൊന്നിനും ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കാരനോടാ പറയണമെന്ന് തോന്നി പറഞ്ഞു. അപ്പോൾ നമ്മൾ കൈവിനെ പ്രോത്സാഹിപ്പിക്കുക, കൈവിനെ ഒരു കാര്യമാക്കി എടുക്കാം. പിന്നെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുത്തിരിക്കും. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ വരുന്നുണ്ട്. എല്ലാം തിരിക്കണ